കാർഷിക വാർത്തകൾ. വിലക്കയറ്റം പ്രതീക്ഷിച്ച ഏലം കർഷകർക്ക് നിരാശ. വിദേശ വാങ്ങലുകാരുണ്ടായിട്ട് പോലും രക്ഷയില്ല. ഏഷ്യൻ വിപണികളിൽ റബ്ബർ തിരിച്ചുവരവിന് ശ്രമിച്ചു. നാളികേര ഉൽപ്പന്നങ്ങളുടെ വിലയിൽ ഇടിവ്. വിഷു ഈസ്റ്റർ വേളയിൽ ഏലക്കയുടെ വിലക്കയറ്റം പ്രതീക്ഷിച്ച കർഷകർ തീർത്തും നിരാശരായി. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നും യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നും അന്വേഷണങ്ങൾ നിലനിന്നിട്ടും ഉൽപ്പന്നത്തിന് തിളങ്ങാനായില്ല. ശരാശരി ഇനങ്ങൾ കിലോ 2466 രൂപയായി ഇടിഞ്ഞു. വർഷാരംഭത്തിൽ 3000 രൂപയ്ക്ക് മുകളിലായിരുന്നു ഏലക്ക വില. മികച്ച ഇനങ്ങൾ കിലോ 2919 രൂപയിൽ കൈമാറി. നെടുങ്കണ്ടത്ത് നടന്ന ലേലത്തിൽ മൊത്തം 40,110 കിലോ ഏലക്ക വിറ്റഴിഞ്ഞു. ഏഷ്യൻ വിപണികൾ റബ്ബർ തിരിച്ചുവരവിന് ശ്രമിച്ചെങ്കിലും അവധി വ്യാപാരത്തിലെ വിൽപ്പന സമ്മർദ്ദം വിലക്കയറ്റത്തിന് തടസ്സമായി. ജപ്പാനിൽ റബ്ബർ 300 യെന്നിന് മുകളിൽ ഇടം പിടിക്കാൻ കഴിയാഞ്ഞത് ദുർബലാവസ്ഥയ്ക്കിടയാക്കാം. അതേസമയം തായ്ലൻഡിൽ റബ്ബർ വില 17,497 രൂപയിൽ നിന്നും 18,471 രൂപയായി ഉയർന്നു. സംസ്ഥാനത്തെ ചെറുകിട റബ്ബർ കർഷകർ വിഷു ഈസ്റ്റർ ആവശ്യങ്ങൾ മുന്നിൽ കണ്ട് ഷീറ്റ് വിൽപ്പനയ്ക്ക് ഉത്സാഹിച്ചു. 4ാം ഗ്രേഡ് 19,700 രൂപയിൽ വ്യാപാരം നടന്നു. ലാറ്റക്സ് വില 200 രൂപ വർദ്ധിച്ച് 13,000 രൂപയായി. നാളികേരോൽപ്പന്നങ്ങളുടെ വില കുറഞ്ഞു. തുടർച്ചയായ വിലക്കയറ്റത്തിന് ശേഷം വെളിച്ചെണ്ണ, കൊപ്ര വിലകൾ ക്വിന്റലിന് 100 രൂപ താഴ്ന്ന് 26,600 രൂപയിലും കൊപ്ര 17,600 രൂപയിലും വ്യാപാരം അവസാനിച്ചു. തമിഴ്നാട് വിപണിയിലും നാളികേരോൽപ്പന്നങ്ങളുടെ വിലയിൽ കുറവ് ദൃശ്യമായി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. റബ്ബർ കൃഷിക്ക് പുതിയ സബ്സിഡി. 6 ജില്ലകളിലെ കർഷകർക്ക് നേട്ടം. പദ്ധതി ജൂണിൽ ആരംഭിക്കും. റബ്ബർ കൃഷിക്കായി നടപ്പിലാക്കിയ കേരള ക്ലൈമറ്റ് റെസിലിയന്റ് അഗ്രി വാല്യൂ മോഡേണൈസേഷൻ ജൂണിൽ ആരംഭിക്കും. 6 ജില്ലയിലെ കർഷകർക്കാണ് പദ്ധതി വഴി പ്രധാനമായും നേട്ടം ലഭിക്കുക. തിരുവനന്തപുരം, പത്തനംതിട്ട, കോട്ടയം, കണ്ണൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിലാണ് പദ്ധതി നടപ്പാക്കുക. കർഷകർക്ക് റബ്ബർ കൃഷിക്ക് ഹെക്ടർ ഒന്നിന് 75,000 രൂപ സബ്സിഡി ലഭിക്കുന്ന പദ്ധതിയാണിത്. ലോകബാങ്ക് ഇതിനായി 1,700 കോടി രൂപയിലധികം അനുവദിച്ചിട്ടുണ്ട്. പ്ലാന്റേഷൻ ഡയറക്ടറേറ്റിന് കീഴിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. റബ്ബർ കൃഷിക്ക് റബ്ബർ ബോർഡ് ഇപ്പോൾ നൽകുന്ന സബ്സിഡിയുടെ ഇരട്ടിയോളം തുകയാണ് കേര പദ്ധതിക്കുള്ളത്. എന്നാൽ 2ൽ 1 സബ്സിഡി മാത്രമേ കർഷകർക്ക് ലഭിക്കൂ. റബ്ബർ കൂടാതെ കാപ്പി, ഏലം കൃഷികൾക്കും പ്രോത്സാഹനം ലഭിക്കും. റബ്ബർ ബോർഡ് മുഖേനയാണ് റബ്ബർ കൃഷി വ്യാപിപ്പിക്കുക. ഇത് സംബന്ധിച്ച് റബ്ബർ ബോർഡും സംസ്ഥാന സർക്കാരും തമ്മിലുള്ള ധാരണാപത്രം ഉടൻ ഒപ്പുവയ്ക്കും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. തക്കാളിക്ക് വിലയിടിഞ്ഞു. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വൻതോതിൽ വില കുറഞ്ഞ തക്കാളി എത്തുന്നതാണ് വിലയിടിയാൻ കാരണമായത്. തക്കാളിക്ക് വില ഇടിഞ്ഞതോടെ വിളവ് പാടത്ത് ഉപേക്ഷിക്കുകയാണ് കേരളത്തിലെ കർഷകർ. കിലോയ്ക്ക് 5 മുതൽ 10 രൂപ വരെയാണ് നിലവിൽ കർഷകർക്ക് ലഭിക്കുന്ന വില. വിളവെടുത്ത് മാർക്കറ്റിൽ എത്തിച്ച് വിൽപ്പന നടത്താൻ കയ്യിൽ നിന്ന് പണം മുടക്കേണ്ട അവസ്ഥയാണ് കർഷകർക്കുള്ളത്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് കുറഞ്ഞ വിലയ്ക്ക് കൂടുതൽ തക്കാളി വിപണികളിലെത്തുന്നുണ്ട്. കഴിഞ്ഞ 3 ആഴ്ചയിലാണ് കൂടുതലും വില ഇടിഞ്ഞത്. 14 കിലോ തക്കാളി ഉൾക്കൊള്ളുന്ന പെട്ടിക്ക് നിലവിൽ ഉദുമൽപേട്ട മാർക്കറ്റിലെ വില 100 മുതൽ 150 രൂപ വരെയാണ്. അതായത് 5 മുതൽ 10 രൂപയാണ് കിലോയ്ക്ക് ലഭിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഒഡീഷയിലെ ഗ്രാമീണ വനിതകളുടെ കാർഷിക സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി ദേശീയ ഗ്രാമീണ ഉപജീവന മിഷന്റെ കീഴിലുള്ള പ്രധാനും ഒഡീഷ സർക്കാരും ധാരണാപത്രത്തിൽ ഒപ്പുവച്ചു. സ്വയം സഹായ സംഘങ്ങളുടെ ഉപജീവന മാർഗം ശക്തിപ്പെടുത്തുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. ദീനദയാൽ അന്ത്യോദയ യോജന ദേശീയ ഗ്രാമീണ ഉപജീവന മിഷന്റെ കീഴിലുള്ള സംഘടനയാണ് പ്രധാൻ. ഒഡീഷയിലെ കാർഷിക ഉൽപാദന ക്ലസ്റ്റർ പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെയാണ് വനിതാ സംഘങ്ങളുടെ ശാക്തീകരണം ഉറപ്പാക്കുന്നത്. പദ്ധതിക്കായി ഒഡീഷയുടെ കൃഷി കാർഷിക ശാക്തീകരണ വകുപ്പിന് കീഴിലുള്ള ഹോർട്ടിക്കൾച്ചർ ഡയറക്ടറേറ്റുമായും ഒഡീഷ സർക്കാരിന്റെ മിഷൻ ശക്തിയുമായാണ് ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചത്. ഒഡീഷയിലെ 16 ജില്ലകളിലായി 100 പിന്നോക്ക ബ്ലോക്കുകളിൽ നിലവിൽ പദ്ധതി നടപ്പാക്കി വരുന്നുണ്ട്. വനിതാ സ്വാശ്രയ സംഘാംഗങ്ങൾക്ക് സുസ്ഥിര കാർഷിക ബിസിനസ് മാതൃകകൾ നിർമ്മിക്കാനും അവരുടെ വിപണിയെ മെച്ചപ്പെടുത്താനും പദ്ധതി സഹായിക്കും. ഒഡീഷയിലെ ഏറ്റവും വിദൂര ഗ്രാമീണ മേഖലകളിലെ സ്ത്രീകളുടെയും കുടുംബങ്ങളുടെയും ഭാവി സുരക്ഷിതമാക്കാനാണ് പ്രധാൻ ശ്രമിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇന്ത്യയുടെ പരുത്തി ഇറക്കുമതിയിൽ ഇരട്ടി വർധന. ഉൽപാദന ഇടിവ് പ്രതീക്ഷിച്ചാണ് ഇറക്കുമതി ഉയർത്തിയതെന്ന് കോട്ടൺ അസോസിയേഷൻ. നടപ്പു സീസണിൽ 170 കിലോഗ്രാം വീതമുള്ള 33 ലക്ഷം ബെയിലുകളാണ് ഇറക്കുമതി ചെയ്തത്. ഉൽപാദനത്തിൽ ഇടിവുണ്ടായതിനാൽ കഴിഞ്ഞ സീസണിൽ ഇന്ത്യയുടെ പരുത്തി ഇറക്കുമതി 15.20 ലക്ഷം ബെയിലായിരുന്നു. 30 ലക്ഷം ബെയിലുകളാണ് കോട്ടൺ അസോസിയേഷൻ ഓഫ് ഇന്ത്യ പ്രതീക്ഷിച്ചിരുന്നത്. മാർച്ച് അവസാനം വരെ ഏകദേശം 25 ലക്ഷം ബെയിലുകൾ ഇന്ത്യൻ തുറമുഖങ്ങളിൽ എത്തിയിട്ടുണ്ട്. ഉപഭോഗം കൂടിയിട്ടില്ലെങ്കിലും കുറഞ്ഞ ആഭ്യന്തര ഉൽപാദനം പ്രതീക്ഷിച്ചതാണ് കൂടുതൽ ഇറക്കുമതിക്ക് കാരണമായത്. പ്രധാനമായും മഹാരാഷ്ട്രയിലാണ് ഉൽപാദനം കുറഞ്ഞത്. മുൻകാലത്തെ അപേക്ഷിച്ച് ഉൽപാദനം 5 ലക്ഷം ബെയിൽ കുറഞ്ഞു. തെലങ്കാനയിൽ ഉൽപാദനം 1 ലക്ഷം ബെയിൽ കൂടുതലാണ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.
മാർച്ചിൽ സസ്യ എണ്ണ ഇറക്കുമതി 16% കുറഞ്ഞ് 9.98 ലക്ഷം ടണ്ണായി. സൂര്യകാന്തി എണ്ണ ഇറക്കുമതിയിലെ കുറവാണ് മൊത്ത ഇടിവിൽ പ്രതിഫലിച്ചത്. സോൾവന്റ് എക്സ്ട്രാക്ടേഴ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ കണക്കുകൾ പ്രകാരം സസ്യ എണ്ണയുടെ ഇറക്കുമതി മാർച്ചിൽ 9,98,344 ടണ്ണായി കുറഞ്ഞു. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ ഇത് 11,82,152 ടണ്ണായിരുന്നു. മാർച്ചിൽ ഭക്ഷ്യ എണ്ണ ഇറക്കുമതിയിലും ഇടിവുണ്ടായി. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ 11,49,681 ടണ്ണിൽ നിന്ന് 9,70,602 ടണ്ണായി കുറഞ്ഞു. ഭക്ഷ്യേതര എണ്ണകളുടെ ഇറക്കുമതി 32,471 ടണ്ണിൽ നിന്ന് 27,742 ടണ്ണായി കുറഞ്ഞു. പാമോയിൽ ഇറക്കുമതിയിലും കുറവുണ്ടായിട്ടുണ്ട്. ഇന്ത്യയിലേക്കുള്ള പാമോയിലിന്റെ പ്രധാന വിതരണക്കാർ ഇന്തോനേഷ്യയും മലേഷ്യയുമാണ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കമ്പോള നിലവാരം. ഇന്നത്തെ കമ്പോള നിലവാരം: RSS 4 197, RSS 5 194, ലാറ്റക്സ് 136, ജാതിക്ക 350, ജാതിപത്രി 1800 മുതൽ 2250 വരെ, ഗ്രാമ്പു 850, അടയ്ക്ക 280, കാപ്പിക്കുരു 270, കൊക്കോ പരിപ്പ് 300, കുരുമുളക് ഗാർബിൾ 73,300, കുരുമുളക് അൺഗാർബിൾ 71,300, ഏലക്ക 2,600 മുതൽ 2,700 വരെ, വെളിച്ചെണ്ണ 26,700, കൊപ്ര 18,400, ചുക്ക് 22,500.